പ്രഭാസിനും വിജയ്ക്കും പറയാം, മോഹൻലാലിനെ പറ്റില്ല. സിനിമകൾ തുടരെ പൊട്ടാനുള്ള കാരണമെന്ത്? തുറന്നടിച്ച് ബന്ധു. നേരൊഴികെ അടുത്തിടെ തിയേറ്ററിലെത്തിയ മോഹൻലാൽ ചിത്രങ്ങളെല്ലാം പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. ഇനി പ്രതീക്ഷ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനിലാണ്. വലിയ ബജറ്റിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താനൊരുങ്ങുന്നത്. എന്നാൽ പാൻ ഇന്ത്യൻ ലെവലിലുള്ള ചിത്രങ്ങൾ ചെയ്യുന്നത് മോഹൻലാലിന്റെ ബുദ്ധിയില്ലായ്മ കാരണമാണെന്ന് പറയുകയാണ് ബന്ധുവായ ബിജു ഗോപിനാഥൻ നായർ. മോഹൻലാൽ തുടങ്ങിവെച്ച ബിസിനസ്സുകൾ പരാജയപ്പെട്ടതിന് കാരണവും മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ബിജു ഗോപിനാഥൻ നായർ പറയുന്നു. ബിജു ഗോപിനാഥൻ നായരുടെ വാക്കുകൾ ഇങ്ങനെ: ഇൻഷുറൻസിലായാലും സിനിമാ രംഗത്തായാലും രണ്ട് തരത്തിലുള്ള വർക്കുണ്ട്, സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും. പ്രേമലു 3 കോടിക്കെടുത്ത് 136 കോടി ലാഭമുണ്ടാക്കി. 150 കോടിക്കെടുത്ത ബറോസ് 250 കോടി കളക്ട് ചെയ്താലും റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ലാഭമല്ല. കോമൺ സെൻസ് ഇല്ല. പുള്ളി എല്ലാ സിനിമകളെയും കാണുന്നത് പാൻ ഇന്ത്യൻ ലെവലിലാണ്. നേരത്തെ കുഞ്ഞാലിമരക്കാർ വന്നു. 400 മുതൽ 500 കോടി കളക്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രം മോഹൻലാലിന് ഇല്ല. പ്രഭാസിന് പറയാം, വിജയ്ക്ക് പറയാം, പക്ഷേ മോഹൻലാലിന് ഒരു ട്രാക്ക് ഉണ്ടോ? എമ്പുരാൻ 150 മുതൽ 200 കോടിയുണ്ട്. പ്രോഫിറ്റ് ആയാലും 50 കോടിക്ക് മുകളിൽ വരില്ല. 150 ദിവസത്തെ ഷൂട്ടും കഴിഞ്ഞ് 250 കോടിയും മുടക്കി വരുമ്പോൾ റിസൾട്ട് ഇങ്ങനെയല്ലേ? അത് പുള്ളിയുടെ ബുദ്ധിയില്ലായ്മ എന്ന് പറയാൻ പറ്റൂ. എന്തുകൊണ്ട് പുള്ളി എമ്പുരാൻ പാൻ ഇന്ത്യൻ ലെവലിൽ ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നില്ല. പുള്ളിക്ക് അത്തരമൊരു ട്രാക്ക് ഇല്ല. പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോകാനുള്ള സമയം പുള്ളിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് ട്രെൻഡ് നിൽക്കുന്ന ഈ സമയത്ത് 500 മുതൽ 600 കോടി കളക്ഷൻ കിട്ടുമെന്ന് കരുതുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. സിനിമ വിജയിച്ചാലും ഇല്ലെങ്കിലും മോഹൻലാലിന്റെ ഭാവിക്ക് പ്രശ്നമൊന്നും ഇല്ല. ഭാവിയെ കുറിച്ച് പേടിക്കേണ്ട കാര്യമൊന്നും പുള്ളിക്കില്ല. പ്രേക്ഷകർക്ക് മടുത്തുവെങ്കിൽ താൻ നിർത്തുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. മടുത്തുവെന്ന് പ്രേക്ഷകർക്ക് മെയിൽ അയച്ച് പറയാൻ പറ്റില്ലല്ലോ. അതിനാണ് ആ ട്രാക്ക് നോക്കുന്നത്. മാർക്കോ ഇറങ്ങിയ ദിവസമാണ് ബറോസ് ഇറങ്ങിയത്. മാർക്കോ 100 കോടി കളക്ട് ചെയ്തു. അപ്പോൾ ട്രെൻഡ് പുള്ളിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മോഹൻലാൽ പല ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ മാനേജ്മെന്റ് അല്ലൊന്നും. ദുബായിൽ ഹോട്ടൽ ഉണ്ടായിരുന്നു, ബേക്കറി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴില്ല. കാരണം അതൊരു പ്രൊഫഷണലിനെ ഏൽപ്പിക്കില്ല. ബിസിനസ്സിൽ പുള്ളി പരാജയപ്പെടുന്നതിന് കാരണം ഐഡിയകളൊന്നും ശരിയായ രീതിയിലല്ല ചെയ്യുന്നത്. തന്നെ ഏൽപ്പിച്ചാൽ ഒരിക്കലും പുള്ളിക്ക് നഷ്ടമുണ്ടാക്കില്ല. നല്ലൊരു ബിസിനസിന്റെ കാര്യം പറയാൻ പുള്ളിയെ ഇതുവരെ കാണാൻ പോലും സാധിച്ചിട്ടില്ല. ബിജു ഗോപിനാഥ് നായർ പറയുന്നു. മമ്മൂട്ടി 20 കോടിയിൽ സിനിമ 20 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർക്കും. 80 മുതൽ 70 കോടി ആവറേജ് ഉണ്ട്. അവിടെ റിസ്ക് ഇല്ല. ബറോസ് പ്രശ്നമായതിനു ശേഷം എമ്പുരാനിൽ പണം മുടക്കിയ ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാകും. തുടരും എന്ന സിനിമ വലിയ ബജറ്റോ ഒന്നും ഇല്ലാത്ത സിനിമയാണ്. അത് നേരെ പോലെയൊക്കെ വിജയിക്കും. എന്നാൽ മോഹൻലാലിന്റെ 200 കോടി ബജറ്റ് സിനിമകളൊന്നും വിജയിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും ബിജു പറഞ്ഞു.